ഇല്ലാതെ എനിക്കെന്ത് ആകാശം പൂജ, നീ ഇല്ലാതെ എനിക്കെന്ത് നിലാവും രാത്രി. അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശി ഉറങ്ങി. താൻ വാ. അതെ, ഒന്ന് പോ പ്ലീസ്. ഞാൻ പോല ഞാൻ അങ്ങോട്ട് വരും. എന്താ ചെക്ക, എന്താ വേണ്ടത്? ഒന്ന് വേഗം പോവാൻ നോക്ക്. മുത്തശ്ശി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ മുത്തശ്ശിയല്ല കൂർക്കം വിളിച്ചുറങ്ങ. ഉറങ്ങിയിട്ടൊന്നുമില്ല. താൻ വേഗം പോവാൻ നോക്ക്. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പൂജ. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താനില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങുന്നേ? തനിക്ക് ജലദോഷമായിട്ടല്ലേ? എനിക്ക് ജലദോഷമൊന്നുമില്ല. പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തുമ്മിയല്ലോ. അത് ഈ ജനലിന്റെ പൊടി കേട്ടാ കണ്ട. എന്നാലും സമ്മതിച്ചു തരരുത് കേട്ടോ. എന്ത് സമ്മതിക്കാൻ? താൻ ഇറങ്ങി വരുന്നോ അത് ഞാൻ ജനൽ വഴി അകത്തോട് വരുന്നോ? ജനാല വഴി അകത്തേക്ക് വരാൻ താനെന്താ സൂപ്പർമാനോ അതോ സ്പൈഡർമാനോ? അത് രണ്ടുമല്ല, ഞാൻ പൂജാമാൻ. എന്തോന്ന്? ഞാൻ പൂജയുടെ മാനാണെന്ന്. പൂജയുടെ പുരുഷൻ. തനിക്കിത് വല്ലാത്ത അസുഖം തന്നെ കേട്ടോ. മുത്തശ്ശി എങ്ങനെ കണ്ണ എന്ത് വിചാരിക്കും? ഓ, എന്ത് വിചാരിക്കണ? ഞാനെന്താണ് നമ്മി കടുത്ത പ്രണയാണെന്ന് വിചാരിക്കും. അതൊരു അന്തസ്സല്ലേടോ. എനിക്കല്ല. ഓ,
അതെ, തൻ്റെ മനസ്സിൽ ഈ പ്രണയം ഇല്ലാത്തോണ്ട് തോന്നാം. അത് മാത്രം പറയരുത്. പുറത്ത് നല്ല നിലാവുണ്ട്. ചന്ദ്രനും നക്ഷത്രങ്ങളുണ്ട്. ഞാനും താനും എവിടെയെന്ന് രാത്രി ചോദിക്കുന്നു. എന്നാലേ രാത്രിയോട് പറ, തനിക്ക് ജലദോഷാണെന്നും ഞാൻ മുത്തശ്ശിയുടെ തടവിലാണെന്നും. പൂജ, എന്താ ചെക്ക? ഒരു രാത്രി പോയിട്ട് ഒരു നിമിഷം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. എനിക്കും ഓർക്കാൻ വന്നില്ല. നമുക്കിങ്ങനെ ജനാല പങ്കിട്ട് രാത്രി കണ്ട് നേരം വെളുക്കോളം ഇങ്ങനെ നിന്നാലോ? ഭ്രാന്ത്, അല്ലാതെ എന്താ? ആ, പക്ഷേ എനിക്ക് ഈ ഭ്രാന്ത് ഇഷ്ടമാണ്. ഞാനും സ്നേഹിച്ചു തുടങ്ങി ഇപ്പൊ ഈ ഭ്രാന്തിനെ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ